നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തിരിച്ച് ദുബായിലേക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടോ. പോകുന്ന അന്ന് രാവിലെ തന്നെ നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കേട്ടോ. ഉണങ്ങാനിട്ടിരുന്ന തുണികളായിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി അത് നനഞ്ഞു. എന്നാൽ പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ചാച്ചൻ്റെ അടുത്തേക്ക്. പിള്ളേരും വരുന്നില്ല, അതേപോലെ അമ്മയും വരുന്നില്ല, ആരും വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഏതമോന് ഈ വരുന്ന ജൂലൈ 27-ന് 4 വയസ്സാവും കേട്ടോ. ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ഇതുവരേക്കും എൻ്റെ 2 മക്കളെയും പിരിഞ്ഞിരുന്നിട്ടില്ല. ഞങ്ങൾ ദുബായിൽ പോയ സമയത്ത് ഞാനും ചാച്ചനും ചില സമയത്ത് ഇങ്ങനെ പ്രൊമോഷൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകും. ഭൂരിഭാഗം പിള്ളേരെയും കൊണ്ടാണ് പോകാറുള്ളത് എവിടെ പോയാലും. ഇടയ്ക്കെങ്ങാനും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാറുണ്ട് കേട്ടോ. എന്നാലും അമ്മയുടെ അടുത്താക്കിയിട്ട് പോയാലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളവിടെ എത്തുമെന്നുള്ളൊരു ബോധമുണ്ടല്ലോ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ടിക്കറ്റ് എടുത്തത്. ചാച്ചൻ പറഞ്ഞു ടിക്കറ്റ് ഫെയർ കുറയണ സമയത്ത് നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അബുദാബിക്ക് എടുക്കാണ്ട് റാസൽ ഗൈമയ്ക്കാണ് എടുത്തത്. അബുദാബിക്ക് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കുന്ന സമയത്ത് അബുദാബിയിൽ നിന്നാണ് ഞങ്ങൾ കയറിയത്. ആ സമയത്ത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ആൾക്ക് ഫൈനും കിട്ടി. പിന്നെ അത് മാത്രമല്ല, ആൾ നല്ല ടെൻഷനിലാണ് അബുദാബിക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്ര സ്പീഡിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചാച്ചൻ പറഞ്ഞു റിസ്ക് എടുക്കാൻ വയ്യ, നീ റാസൽ ഗൈമയ്ക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കൊച്ചി ടു റാസൽ ഗൈമയ്ക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ദിവസം തുടങ്ങി പോണ അന്ന് ഭയങ്കര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോയത്. അത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ടിക്കറ്റ് എടുത്ത് തുടങ്ങി നെക്സ്റ്റ് ഡേ തുടങ്ങി രാവിലെ ആവുന്നു, പെട്ടെന്ന് തന്നെ രാത്രി ആവുന്നു. വീണ്ടും ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന് അവസാനം പോണ ഡേറ്റ് എത്തിയിട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത അന്ന് മുതൽ ഒരാഴ്ചത്തോളം ഉറക്കമുണ്ടായിരുന്നില്ല. കാരണം ഒരാഴ്ചത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഒരാഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഡൂണാണെന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് കിടന്നേ ഉറങ്ങുള്ളൂ. അത് കാരണം എൻ്റെ കൈയുടെ ഉള്ളിൽ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെയൊക്കെയാണ് അവൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, ദൈവമേ ഞാൻ പോയി കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്യും. കേതപ്പൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ ഡോണിൻ്റെ കാര്യത്തിൽ ഇന്നേ വരേക്കും അങ്ങനെ ഒരു മാറ്റം എൻ്റെ അടുത്തുനിന്ന് എൻ്റെ വാലത്തുമ്പുമ്പോൾ നടക്കുന്ന ഒരു കുട്ടി ഇതുവരേക്കും എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടുമില്ല. അപ്പോൾ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് വിഷമമുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ഇടയ്ക്ക് പറയാം അവൻ്റെ അടുത്ത്, ഡോണു ഞാൻ ആ പപ്പയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ, ആ പാപ്പൻ്റെ അമ്മാമ്മയുടെയും ചേട്ടൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആദ്യം അവൻ നോ എന്ന് പറയും. പക്ഷെ ഞാൻ പോണതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ പോണ അന്നൊക്കെ കൊച്ച് ഭയങ്കരമായിട്ട് മാറിപ്പോയി. അതായത് എൻ്റെ ഒക്കത്ത് ഇരുന്ന കുട്ടി പെട്ടെന്ന് അമ്മാമ്മയുടെ അടുത്തേക്ക് ആയി. അത് അത്രയും ദിവസം നോ എന്ന് പറഞ്ഞ ആൾ തലേ ദിവസം അന്നത്തെ ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവൻ സ്വയം മാറിപ്പോയി. എന്നിട്ട് ഞാൻ പറയും അമ്മ പപ്പയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആൾ ഓക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇടുവാൻ അധികം സാധനങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയിരുന്ന ഞാനാണ്. പക്ഷേ സാധനങ്ങളൊക്കെ ഒതുക്കി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച് വെയിറ്റ് കൂടുന്നതാണ് കേട്ടോ. കറക്റ്റ് 29.5 വെയിറ്റ് നിന്നു എന്നുള്ളതാണ് അതിശയിപ്പിച്ച കാര്യം. കാരണം എനിക്ക് നമ്മൾ വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, വെയിറ്റ് കൂടരുത് എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. വെയിറ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. പക്ഷേ ഐഷു കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവളെ ഉള്ള ഡ്രസ്സ് മുഴുവൻ ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൾ കുഞ്ഞി പെട്ടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഫുള്ള് മാങ്ങയും ബീഫ്, പോർക്ക്, മുട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങളിതൊന്ന് നോക്കിയേ, സ്വന്തം അമ്മയ്ക്ക് പോകാനുള്ള പെട്ടി പാക്ക് ചെയ്തതാണ് എൻ്റെ ഏതപ്പൻ. ഇത് കാര്യം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർക്ക് വലിയ വിഷമമില്ലല്ലോ. അവർ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഹാപ്പിയാണല്ലോ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു വിങ്ങൽ. ഇങ്ങനെ വെക്കാതെ ഏറ്റവും അടിയിൽ വെക്കാതെ കൊണ്ടുപോകാനാ ഇതുപോലെ
കൊന്നിട്ട് ആർക്കിട്ടൊക്കെ കൊടുത്തയക്കണേ പപ്പയ്ക്കാണോ അച്ഛയ്ക്ക് ഇത് ക്ലോസ് ചെയ്യാം അല്ലേ ഇത് ക്ലോസ് ചെയ്യാം അപ്പൊ നീ ഇതിങ്ങനെ വെച്ചാലോ വെച്ചാ മതിയാ ഇത് വെച്ചാ മതിയാ മാറിക്കും ഇത് നമുക്ക് അതിനകത്ത് വെക്കാം ഇത് ഇതിനകത്ത് വെക്കാം പൂ കൊണ്ടുപോകാണ്ടിരുന്ന നൈസമ്മ കണ്ടില്ലേ എത്ര നല്ല പിള്ളേരായിട്ടാണ് അമ്മയ്ക്ക് പെട്ടി പാക്ക് ചെയ്ത് തരുന്നത്. അതിനുശേഷം നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് 26-ാം തീയതി. എന്തായാലും 26-ാം തീയതി ഞാൻ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ പോണെന്ന് ഞാൻ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയൊക്കെ ആയി ഇറങ്ങണേക്ക് മുമ്പാണ് നമ്മളിത് ഐശുവിനെ വീഡിയോ കോൾ ചെയ്ത് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ എത്തിയതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് അമ്മയ്ക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പപ്പയുടെ അടുത്ത്. അപ്പോൾ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇതെന്തിനാ കേക്ക് വാങ്ങിയേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനാന്ന്. അമ്മ എന്ത് ചെയ്തു കേക്കൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചു കേട്ടോ. ഭാഗ്യത്തിന് അത് പപ്പ കണ്ട കാരണം തിരിച്ചെൻ്റെ കയ്യിൽ തന്നു. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത കാരണം ഈ ബർത്ത്ഡേ സമയത്തൊക്കെ അമ്മയ്ക്ക് ആയാലും പപ്പയ്ക്കായാലും സങ്കടമൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ സങ്കടമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പോണന്ന് ഞാൻ കേക്ക് വാങ്ങാൻ പറഞ്ഞ് പപ്പ കേക്ക് വാങ്ങി കട്ട് ചെയ്യുന്നത് കേട്ടോ. അതേ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഐശുമ്മേനെയും വിളിച്ചു. ഐശുമ്മൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ വേഗം തന്നെ അവൾ കട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ യാത്ര പറയാൻ സമയമായി. എനിക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോണിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ പറഞ്ഞു ഇതേടി ഡോണ് ഉറങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൻ ഉറങ്ങിക്കോട്ടെ, അവൻ കണ്ണുറന്നിരിക്കണുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വരും. ഏതമോനാണെന്നുണ്ടെങ്കിൽ ഞാൻ കരയണ കണ്ടപ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അവന്. എന്തിനാ അമ്മ കരയണേന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ പറഞ്ഞു ഒന്ന് പോയമ്മ, അവളുടെ ഒരു കരച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൻ സ്റ്റിൽ എൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കായിരുന്നു എന്തിനാ കണ്ണീന്ന് വെള്ളം വന്നേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ ഈ സമയത്ത് ആലോചിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അമ്മമാരും ഈ മക്കൾ ജനിച്ച് 3 മാസം 6 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നാട്ടിലാക്കിയിട്ട് അവർ അവരുടെ ജോലി സംബന്ധമായിട്ട് തിരിച്ചു പോകും. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്. അവളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോലും അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടും ലക്കിയാണ്. എൻ്റെ മക്കളുടെ എല്ലാ നല്ല സമയങ്ങളും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിക്കണയാണ്. അപ്പോൾ ചില ഈ എയർപോർട്ടിൽ കരഞ്ഞ് അമ്മമാർ യാത്ര പറയണ വീഡിയോ കാണുമ്പോൾ അതിൽ താഴെ ഞാൻ കമൻസ് നോക്കുമ്പോൾ ഒക്കെ പറയും ഇത്ര കഷ്ടപ്പെട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ നാട്ടിലാക്കി എങ്ങനെ പോകാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻസ് കാണാറുണ്ട്. സാഹചര്യ നിമിത്തമാണ് അവർ അവിടെ കുട്ടികളെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് ജോലിക്കായിട്ട് പോകുന്നത്. അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക്. പക്ഷേ അങ്ങനെ ആരും ചിന്തിക്കില്ല. അപ്പോഴും ആ പിഞ്ചു കുഞ്ഞിനെ ആക്കിയിട്ട് അവൾ എന്താ പറയുക ആർമാദിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കാൻ പോവാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒരമ്മയായാലും ഒരപ്പനായാലും നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിദേശത്തേക്ക് ആയാലും എവിടെയായാലും പോകുന്നത്. പിന്നെ എനിക്ക് അങ്ങോട്ട് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് പറ്റിയിട്ടുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. പപ്പേനോടും യാത്ര പറഞ്ഞ് ഞാനും പപ്പയും മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പപ്പേനോട് യാത്ര പറയുമ്പോൾ എൻ്റെ ദൈവമേ ആ ചില്ലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, അയ്യോ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിഷമിച്ചിരുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് തന്നെ. രാജൻ പറഞ്ഞു നീ ഫ്ലൈറ്റ് പൊന്തിക്കഴിയുമ്പോൾ ഒരു ആന്തലുണ്ടാവും. പക്ഷെ ഞാൻ ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞപ്പോഴല്ല ആന്തിയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു അത്താണി വരെയൊക്കെ ഞാൻ ഏന്തിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് എന്താ പറയുക മാറ്റിക്കളഞ്ഞു. പപ്പ പല ടോക്കൊക്കെ എടുത്തിട്ട് പലതും എന്നോട് സംസാരിച്ച് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആക്കി തന്നു എന്നുള്ളതാണ്. പിള്ളേരെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെന്തെങ്കിലും ഇങ്ങനെ കരഞ്ഞു പോങ്ങിയിരിക്കണേ, അവരവിടെ ഹാപ്പി അല്ലേ, അപ്പം ഞാനും ഹാപ്പി ആയിരിക്കണ്ടേ. പിന്നെ ഞാൻ ഓക്കെ ആയിട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അവിടെ വന്ന അനൗൺസ്മെൻറ്റ് എത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചാച്ചൻ്റെ എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.